ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് പറളിയിലാണ്. പാലക്കാട് കൊളപ്പുള്ളി ഹൈവേന്ന് വെറും 50 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ 6 സെൻറ്റ് സ്ഥലം, 2400 സ്ക്വയർ ഫീറ്റ് വീടാണ്. വീട് അത്യാവശ്യം 15 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. പക്ഷെ ഒരു തരത്തിലുള്ള ക്രാക്കോ കാര്യമോ ഒന്നുമില്ലാത്ത നല്ല മണൽക്കെട്ടായിട്ടുള്ള വീടാണ്. പക്ഷേ ഇപ്പോഴത്തെ എംസാൻഡ് അല്ല, മണലുകൊണ്ട് കെട്ടിയിട്ടുള്ള വീടാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു വീട്. 2400 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 4 ബെഡ്റൂം ഉണ്ട്, 3 അറ്റാച്ച്ഡ് ആണ്, ഓപ്പൺ വെല്ലുണ്ട്, പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട്. ബാക്ക് സൈഡിൽ പാടത്തിൻ്റെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ആഴമുണ്ട്, പക്ഷെ നല്ല വെള്ളമുള്ള കിണർ തന്നെയാണ്. ബാക്ക് സൈഡ് ഉണ്ട്, നല്ല വ്യൂ ആണ്, കംപ്ലീറ്റ് പാടങ്ങളായിട്ടുള്ള. ഇവിടെ നമുക്ക് ഹൈവേക്ക് വെറും ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്ക് സൈഡിൽ ഷീറ്റൊക്കെ ഇറക്കിയിട്ട് വർക്ക് ഏരിയ സ്പേസ് കൊടുത്തമാതിരി ബാക്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. 2 തെങ്ങുണ്ട്, നല്ല കായ്ഫലമുള്ള 2 തെങ്ങുകളാണ് കേട്ടോ. ഇപ്പോൾ ഒരു തെങ്ങ് കണ്ടു, അടുത്തൊരു തെങ്ങ് ഇതാ കൊടുത്തിരിക്കുന്നു. ഇതും അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങ്. വീട്ടിലേക്ക് ആവശ്യമുള്ള അതിൽ കൂടുതലായിട്ടുള്ള തേങ്ങ നമുക്കിവിടെ കിട്ടും. അലക്കുകല്ല് കാര്യങ്ങൾ. ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, ഫ്രണ്ടിലും സ്പേസ് ഉണ്ട്. 2 സൈഡും ചെറിയ സ്പേസേ ഉള്ളൂ കേട്ടോ. നടക്കാനുള്ള വഴി അത്രയ്ക്ക് സ്പേസ് 2 സൈഡും കാണും. കണ്ടോ, ഈ ഭാഗത്തും ഈ ഒരു സ്പേസേ ഉള്ളൂ. നമ്മൾ വരുമ്പോൾ കണ്ടതുപോലെ വീടിൻ്റെ റൈറ്റ് സൈഡിലും അത്ര സ്പേസ് തന്നെ ഉള്ളൂ. ഫ്രണ്ടിൽ തന്നെ ചാരുപടിയൊക്കെ കൊടുത്തുള്ള ചെറിയൊരു സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഏരിയ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇവിടുന്ന് കയറിക്കാൻ വിശാലമായിട്ടുള്ള നല്ലൊരു ഹാള് അല്ലേ. ആ ചൂടൊന്നും അധികം താഴത്ത് ഇറങ്ങാതിരിക്കാൻ ആ ഓടൊക്കെ പതിച്ചിട്ടുണ്ട്, പഴയ മോഡൽ ടൈപ്പിലുള്ള ഓടൊക്കെ പതിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പൂജാ റൂമുണ്ട്. വീട് ഫേസ് ചെയ്യുന്ന പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ട് വീടുള്ളത് കേട്ടോ. ഇതാണല്ലേ ഒരു പൂജാ റൂം. ഇവിടെ നമ്മൾ നേരെ കയറുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. സ്റ്റെയർ കേസ് റൂമിൻ്റെ അടുത്ത് തന്നെ ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അതിനോട് ചേർന്നൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമാണ് അറ്റാച്ച് അല്ലാത്തത് കേട്ടോ. ഇതിൽ കബോർഡും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് അറ്റാച്ച്ഡ് അല്ല. അറ്റാച്ച്ഡ് അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് വാഷ്റൂം വരുന്നത്. കോമൺ ആയിട്ടുള്ള വാഷ്റൂം കൊടുത്തിരിക്കുന്നത് ഈ ഡൈനിങ് സ്പേസിന്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് നേരെ വരുമ്പോൾ ഈ ഡൈനിങ് സ്പേസിന് ചേർന്നിട്ട് തന്നെയാണ് ഇവിടെ കോമൺ ആയിട്ടുള്ള വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലേ, എല്ലാം നല്ല ഹൈറ്റിൽ തന്നെയാണ് എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് അടുത്തൊരു ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുള്ളത്. ഇത് അറ്റാച്ച്ഡ് ആണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂംസ് ആണ് എല്ലാം ഉള്ളത്. ഇവിടെ നമ്മൾ നേരെ ഇനി കിച്ചണിലോട്ട് കേട്ടോ. ഇപ്പോൾ ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. ഇതാണ് കിച്ചൺ ഏരിയ വരുന്നത്. ഇവിടുത്തെ ടൈൽസ് മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കിച്ചൺ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്, അതിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ വരുമ്പോൾ കണ്ടില്ല, പുറമേ കണ്ട ആ സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. കബോർഡും വാൾഡ്രോബ്സും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിനകത്ത്. കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസ്, നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. ഇപ്പോൾ ഡൈനിങ് ഏരിയ നമ്മൾ ഹാള് കാണുന്ന ആ സ്പേസ്, ഹാളും ഡൈനിങ് ഹാളും കൂടിയിട്ട് കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. ക്ലോക്ക് ഡയറക്ഷൻസ് തന്നെയാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻസ് തന്നെ കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ കയറുമ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഏരിയയും, ഇതൊരു ബെഡ്റൂമിലേക്കുള്ള, ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള ഏരിയ, ഇതൊരു ബെഡ്റൂമിലേക്കുള്ളത്. ഇത് അടുത്തൊരു ബെഡ്റൂം കേട്ടോ. ടോട്ടൽ മേലെ 2 ബെഡ്റൂമാണുള്ളത്, അതിലൊരു ബെഡ്റൂമാണിത്. ഇതും അറ്റാച്ച്ഡ് ആണ്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ മേലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബൾബില്ല, അതിൻ്റെ ഒരു വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ കുറവുണ്ടാവും. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂംസ് തന്നെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ. റൂമുകളും ശരി, നല്ല സ്പേസ് ഉണ്ട്. പഴയ വീടാണെങ്കിലും എവിടെയും ഒരു ക്രാക്കോ കാര്യമോ ഒന്നുമില്ല. ശരിക്കും ഒന്ന് ഇതിലിപ്പോൾ ആൾറെഡി പെയിൻ്റ് അടിക്കുക കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കയറിയാൽ തന്നെ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വീട് തന്നെയാണ്. ഇതാണല്ലേ അടുത്തൊരു ബെഡ്റൂം, ഇതും അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഇപ്പോൾ ആള് താമസമില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് നമ്മൾ ഫ്രണ്ടിൽ കണ്ടില്ലേ ഇലയും കാര്യങ്ങളൊക്കെ വീണ് കിടക്കുന്നത് അല്ലേ. ഇതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള
വാഷ്റൂം തന്നെയാണ്. എല്ലാ വാഷ്റൂമും നല്ല വലുപ്പമുണ്ട്. ബെഡ്റൂമുകളും അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ നേരെ ഔട്ട് സൈഡിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു പറളിയിലാണെന്നുള്ളത്. അപ്പോൾ പറളിയിൽ നോക്കുമ്പോൾ നമുക്ക് പറളി ജംഗ്ഷൻ്റെ അവിടെ നിന്നൊക്കെ നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. എല്ലാ സൗകര്യങ്ങളുമാണ്. ബാങ്ക് ആയാലും പെട്രോൾ പമ്പ് ആയാലും അതുപോലെ സ്കൂൾ ആയാലും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അമ്പലങ്ങൾ അടുത്തുണ്ട്, ചർച്ചുകളുണ്ട്, അതുപോലെ തന്നെ പള്ളികൾ അടുത്താണ്. എല്ലാം കൊണ്ടും KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് നമുക്ക് നോക്കുമ്പോൾ 11 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടുന്ന് വരുന്നത്. ഒലോക്കോട് ജംഗ്ഷനിലേക്ക് 12 കിലോമീറ്റർ ഉണ്ട്. മുണ്ടൂർ ജംഗ്ഷൻ നോക്കുമ്പോൾ 7 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ലുലുമാളിലേക്ക് 15, മലമ്പുഴ ഡാമിലേക്ക് 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇവിടെ നിന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഹൈവേക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. വണ്ടികളൊക്കെ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഏരിയ കാണാൻ പറ്റും. കണ്ടോ ബാക്ക് സൈഡിലൊക്കെ പാടത്തിൻ്റെ ആ വ്യൂ. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 60 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളും ആണ്. ഇതാണല്ലോ ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ സ്റ്റെയറിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. അവിടെ നിന്നാണ് നമ്മൾ നേരെ ആ ഗേറ്റ് കാണുന്നത്. നമുക്ക് അവിടെ നേരെ ഇങ്ങോട്ടേക്ക് നമ്മുടെ വീട് വരുന്നുണ്ട്. ഇതാണല്ലേ അതിൽ കൂടെ കണ്ടറിയാം. നമുക്ക് ഹൈവേ കൂടെ വണ്ടി കാറ് പോകുന്ന സീൻ ഇത് കാണുന്നുണ്ടല്ലേ. അതാ കാറ് പോകുന്നുണ്ടോ? പോയതാണല്ലേ ഇത് അടുത്ത കാർ ആണല്ലേ. അപ്പം അത്രയും വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക. നമ്മളത് വിൽക്കാനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.